ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കാട്ടാളൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാട്ടാളൻ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ്. നമുക്കറിയാം, മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് പാൻ ഇന്ത്യൻ മൂവിക്ക് ശേഷം മറ്റൊരു ഡാർക്ക് തീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ ജേണറിൽപ്പെട്ട സിനിമയാണ് കാട്ടാളൻ. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് ആൻ്റണി പെപ്പെ, അതേപോലെ ജഗദീഷ് സിദ്ദിഖ്, പിന്നീട് മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് കബീർ ദുഹാൻ സിംഗ്, ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മുടെ ഈ പുഷ്പ എന്ന സിനിമയിൽ ശീലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സുനിൽ വർമ്മ തുടങ്ങിയ ഒരുപാട് താരനിരകൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കാട്ടാളൻ. എന്നെ സംബന്ധിച്ച് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ ഒരു എ ക്ലാസ് കാട്ടപരാധം ഫീലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, യാതൊരു വികാരമില്ല, അതൊരു നിർവികാരത നിറഞ്ഞ 2 മണിക്കൂറായിരുന്നു കാട്ടാളൻ എന്ന സിനിമ. നമുക്കറിയാം, മാർക്കോ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത ടീം വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. പ്രതീക്ഷയ്ക്കപ്പുറം വളരെയധികം നിരാശയാണ് സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ് ഭയങ്കര ഫ്ലാറ്റാണ്. യാതൊരുവിധ ഫീലിങ്സും ഓഡിയൻസിന് അല്ലെങ്കിൽ കണക്ഷൻ ഓഡിയൻസുമായിട്ട് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഇവർ ഇതിൽ ഇമോഷണൽ രംഗങ്ങൾ വെച്ചിട്ടുണ്ട്, നമുക്ക് യാതൊരുവിധ ഇമോഷണൽ കണക്റ്റും തോന്നുന്നില്ല. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഫുള്ള് കുറേ സ്റ്റണ്ട്, കുറേ ഫൈറ്റ് സീക്വൻസുകളാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നാമത്തെ കാര്യം, ഈ സിനിമ നിങ്ങൾ ഒരു നല്ല ഹൈ ഓഡിയോ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിലൊക്കെ പോയി കാണുകയാണെങ്കിൽ അവരെന്തോ വോളിയം ലെവൽ എന്തോ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ വോളിയം ലെവലിൽ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കരമായ ഒച്ചയും ബഹളവും മാത്രമാണ്. ഇതിൽ പക്ഷേ പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ രവി ബൻസൂറിൻ്റെ മ്യൂസിക്കാണ്. പുള്ളിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് യോജിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ അതിന് യോജിക്കുന്ന രംഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു ആവറേജ് രീതിയിൽ പോകേണ്ട സിനിമ ഇതിന് ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയത് ആൻ്റണി പെപ്പെ, അല്ലെങ്കിൽ ഇതിന് ലീഡ് ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ആൻ്റണി പെപ്പയാണ്. ഭയങ്കര അതായത് പുള്ളിയുടെ എഫേർട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫൈറ്റോ ഒന്നുമല്ല, പുള്ളി സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം, അജഗജാന്തരം പോലൊരു സിനിമയിലും RDXലൊക്കെ പുള്ളി വളരെ സൂപ്പറായിട്ട്, പിന്നെ അങ്കമാലി ഡയറീസിലൊക്കെ ടോപ്പായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നാടനായിട്ടുള്ള റോളുകൾ പറ്റും. പക്ഷേ ഈ ഒരു ക്യാരക്ടർ പുള്ളിക്ക് വേണ്ടി ടൈലർ മെയ്ഡ് അല്ലായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി. എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ഭയങ്കര പൂറായിട്ടാണ് തോന്നി. ഭയങ്കര ഒരു നിർവികാരത നിറഞ്ഞ, നമുക്കൊരു എന്താ പറയുക, അഡ്രിനാലിൻ റഷ് ഉണ്ടാവണം. ഒരു ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിടാവനെ അല്ലെങ്കിൽ ആ ഇടിക്കുന്നതിന് ഓരോ കാരണം, ഓരോ ഇടിക്കുന്ന പഞ്ചിനും ഓരോ കാരണം ഉണ്ടാവണം, നമുക്ക് തോന്നണം. അങ്ങനത്തെ യാതൊരുവിധ കണക്ഷനും ഓഡിയൻസുമായിട്ട് ഉണ്ടാക്കുന്നതിൽ അരോചകമായ കുറേ ഫൈറ്റുകൾ. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി പെപ്പയുടെ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് വെച്ചിട്ട് ഒരു മാഷപ്പ് ഇട്ട് കുറേ അടിച്ചു പൊളി അല്ലെങ്കിൽ ഇടിച്ച് പൊളിപ്പൻ BGM ഇട്ട് ചെയ്തു വെച്ചേക്കുന്ന പോലൊരു സിനിമ. അതാണ് ഏകദേശം 1.25 മണിക്കൂർ ഈ 2 മണിക്കൂറിൽ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസ്, യാതൊരുവിധ കണക്ഷൻസും ഇല്ല. ഇവർ ഈ പല ഇൻഡസ്ട്രികളിൽ നിന്നും പല ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ തിരക്കഥ അമ്മാതിരി വീക്കാണ്, ഇതിൻ്റെ എഴുത്ത് ഭയങ്കര മോശമാണ്. ഇത് ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന രീതിയിൽ കാണിക്കുന്ന പോലെയാണ് ഇതിലെ വണ്ടികളൊക്കെ. അതായത് താർ റോക്സും അങ്ങനത്തെ കാർ, പിന്നെ വെൽഫെയർ തുടങ്ങിയ കാറുകളിലാണ് ഇതിലെ പ്രധാനപ്പെട്ട ഗാങ്സ്റ്റേഴ്സൊക്കെ ഈ പറയുന്ന ആൾക്കാർ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിലൊരു ഹോസ്പിറ്റൽ സീൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട് തേനി എന്നൊക്കെ കാണിക്കുമ്പോൾ മറ്റേ പഴയ 90s കാണിക്കുന്ന ആംബുലൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതേ രീതിയിലുള്ളൊരു സെറ്റും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ മേക്കിംഗ് ബ്രില്യൻസ് പലയിടത്തും നമുക്ക് കാണുന്നുണ്ട്. മേക്കിംഗ് ബ്രില്യൻസ് ആയിക്കോട്ടെ, BGM നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുറേ പൈസ മുടക്കി കുറേ നല്ല ടോപ്പ് ടെക്നീഷ്യന്മാരെ വെച്ച് അല്ലെങ്കിൽ കുറേ ഇത് വെച്ച് കഴിഞ്ഞാൽ സിനിമ ആവത്തില്ല. സിനിമയുടെ നട്ടല്ല അല്ലെങ്കിൽ സിനിമയുടെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സിനിമയുടെ തിരക്കഥ. അതായത് എസ്പെഷ്യലി ഇങ്ങനത്തെ സിനിമകളിൽ ശക്തമായ കാരണമുള്ളൊരു റിവെഞ്ച് സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷൻ സംഭവങ്ങളാണെങ്കിൽ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. ഇടിക്കടാവനെ എന്ന് പറഞ്ഞാൽ ഇതൊരു മാതിരി നമ്മൾ നിർവികാരമായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണണം. അത് കഴിയുമ്പോൾ വരുന്നു ഒരു ക്യാമിയോ പ്രസൻസ്. ഭയങ്കര മോശമായിരുന്നു. എനിക്ക് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. കാരണം സിനിമ തീർന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ പോലെ പോസ്റ്റ് ക്രെഡിറ്റ്സ്, എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ എന്താ പറയുക, ആസ് യൂഷ്വൽ മലയാള സിനിമകളിൽ ഇപ്പം കണ്ടുവരുന്ന ഫസ്റ്റ് പാർട്ടിൽ ഒതുക്കേണ്ട സിനിമയെ സെക്കൻഡ് തേർഡിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ. ഇതിപ്പോൾ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, സിനിമയിൽ ഏകദേശം 2 മണിക്കൂറുള്ള സിനിമയിൽ ഈ പറയുന്ന 5 മുതൽ 10 മിനിറ്റ് വരെ പ്രൊഡ്യൂസറിൻ്റെയും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെയും പരസ്യമാണ്. അതിൻ്റെ കുറേ ഡിജിറ്റൽ ഗ്രാഫിക്സ് സെറ്റപ്പ്, അങ്ങനെ ഇങ്ങനെ എഴുത്ത് തന്നെ 3-4 പ്രാവശ്യം വരുന്നു. എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഹനാൻ ഷായ്ക്കൊക്കെ എന്ത് അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമുണ്ടോ? ഹനാൻ ഷാ ഡയലോഗൊന്നും ഇല്ല. പുള്ളി ഊമയാണോ ഇനി എന്താണോ? പുള്ളിയുടെ പേരൊന്നും വിളിക്കുന്നതും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നായകൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു ഡയറക്ടർ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ചുമ്മാ നായകൻ്റെ കൂടെ ഇങ്ങനെ മസിൽ പിടിച്ച് നിന്നാൽ മതി, അതാണ് നിങ്ങളുടെ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ
ക്യാരക്ടർ. എന്തിനാണെന്നറിയില്ല, കുറച്ചെങ്കിലും ക്യാരക്ടർ പെർഫോമൻസ് കൊണ്ട് കുറച്ചെങ്കിലും നമ്മളെ പിടിച്ചിരുത്തിയത് ജഗദീഷാണ്. പക്ഷേ പലയിടത്തും നാടകീയത ഉണ്ടായിരുന്നു. എന്നെങ്കിൽ പോലും ജഗദീഷിൻ്റെ അഭിനയത്തെ പറ്റി യാതൊരുവിധ മോശം അഭിപ്രായമില്ല. പുള്ളി കിട്ടുന്ന സാധനം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിദ്ദിഖ് ആസ് യൂഷ്വൽ നമ്മുടെ മാർക്കോയിലൊക്കെ കണ്ടുവരുന്ന പോലെ കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഡാർക്ക് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഫോണിലൂടെയുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ്, വിച്ച് വാസ് ഗുഡ്. പുള്ളിയൊക്കെ അത് എങ്ങനെയാണ് പറയുന്നത് അതിന് അപ്പുറം ഒരു ലെവലിൽ ചെയ്തു വയ്ക്കും. ആൻഡ് വേറെ കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലടേ. എനിക്ക് ബേസിക്കലി പൈസ പോയി, അത്രേ ഉള്ളൂ. പൈസ പോയി എന്തിനായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം ഞാനിതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് ചുമ്മാ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ ഒരു സീറ്റ് എനിക്ക് കറക്റ്റ് മിഡിലായിട്ട് കണ്ടു. ഞാൻ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ കയറി എടുക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം വേണ്ടിയിരുന്നില്ല, എന്തിനായിരുന്നു പോയെന്നുള്ളു തോന്നി. പിന്നെ കുറച്ച് ബാക്കിലായതുകൊണ്ട് സൗണ്ടിൻ്റെ ആ ഒരു ഭയങ്കര തീക്ഷ്ണമായ എഫക്റ്റ് എന്നെ അഫക്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നല്ല നെഞ്ചുവേദന വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സൗണ്ട് പിടപ്പിച്ച് വെച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ പോയ തിയേറ്ററിൽ ഐ വാസ് സർപ്രൈസ് ടു സീ ഫാമിലി, അതായത് കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ അവർ വരുന്നുണ്ട്. ഇടയ്ക്ക് എണീറ്റ് പോകുന്ന കണ്ടു. കാരണം എണീറ്റ് പോകും, അമ്മാതിരി സൗണ്ട് കില്ലിംഗ് ആയിട്ട് വെച്ചേക്കോ. BGM ഒക്കെ ടോപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, BGMന് മാച്ച് ചെയ്യുന്ന ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റോ സിനിമയിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഒരു A ക്ലാസ് കാട്ടവരാതം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അധിക ദിവസമൊന്നും കാണത്തില്ല. നാളെ മറ്റന്നാളോ കൊണ്ടോ വശ ഔട്ടാവും. ആക്ഷൻ സ്റ്റഫ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോവാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കോ പറ്റി നിങ്ങൾക്ക് പറ്റാതിരിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എങ്കിലും എൻ്റെ പൊന്ന് ക്യൂബ്സ് അണ്ണ, എൻ്റെ ഷെരീഫ് മുഹമ്മദെ, നിങ്ങൾ ഇനിയെങ്കിലും കുറച്ച് നല്ല ടീമിനെ വെച്ച് നല്ല രീതിയിൽ പണിഞ്ഞ് ചെയ്യുക, നല്ലൊരു സ്ക്രീൻ പ്ലേ എഴുതി ചെയ്യുക. കാരണം മാർക്കോ പോലൊരു കിടിലം പടം നിങ്ങൾ സമ്മാനിച്ചതാണ്. ഇപ്പം ലോർഡ് മാർക്കോയൊക്കെ ഇനി വരികയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പണിയെടുത്ത് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺസ് വരും. ഇതിന് നല്ല ചിലവായിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ലൊക്കേഷൻസ്, നോട്ട് ഓൺലി കേരള, ഇതിൽ ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക, അതേപോലെ തായ്ലൻഡ്, അതേപോലെ തൂത്തുക്കുടി പോലെ തമിഴ്നാടിൻ്റെ കുറച്ച് രാമേശ്വരം, ഇങ്ങനെ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ മേക്കിംഗ് ഉള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടോപ്പായിരുന്നു. കാരണം പുള്ളിക്ക് കൊടുത്ത 2 കോടിയാണെങ്കിൽ പുള്ളി 20 കോടിയുടെ പണി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്, അതിന് അതർ ദാൻ ദാറ്റ് യാതൊരുവിധ ടേക്ക് അവേസും ഇല്ലാതെ ഒരു നിർവികാര നിർഗുണ ആക്ഷൻ ത്രില്ലറായി ഒരു A ക്ലാസ് കാട്ടവരാതമായിരുന്നു ഈ പറഞ്ഞ കാട്ടാളൻ. എൻ്റെ അപ്പോനെ, ഇതിൻ്റെ അകത്തൊരു ഡയലോഗുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തോ ഹറാമായിരിക്കും, പക്ഷേ എനിക്കത് ഹലാലാണെന്ന്. എൻ്റെ മോനെ, ഉണ്ണിച്ചേട്ടാ, നിങ്ങളാണ് ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയതെന്ന് ഐ കാൺട്ട് ബിലീവ്. പൊന്നേ, അമ്മോ കടവുളേ.